ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം മോൻ്റെ സ്കൂളിൽ പൂട്ടിയിട്ടോ. ഇനി ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബ് ടി വി. ഇതിൽ നിന്ന് വേറൊരു പരിപാടിയുമില്ല. ഞാനും ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ വലിയൊരു പറമ്പാണ്, അവിടെ കുറേ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ മോനെ അതൊക്കെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ടി വിയും മൊബൈലും വേണമെന്നില്ല, അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ മതി. കുറച്ച് എന്തെങ്കിലും ഗെയിംസ് കളിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടെ ഇരുന്നോളും. അപ്പോൾ ആ ടൈമിൽ ടി വി വേണമെന്നൊന്നുമില്ല. പക്ഷെ നമുക്കത് സ്പെൻഡ് ചെയ്യാനുള്ളൊരു ടൈം വേണമല്ലോ. രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി 7:30 മണിക്കാണ് ഞാനൊക്കെ വീട്ടിലെത്താറ്. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അവർക്കും കുറച്ച് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ കാണുന്നത് അവിടെ ഒരു ജാമ്പമരമുണ്ട്, ജാമ്പക്കയുടെ. പക്ഷെ നല്ല മധുരമുള്ള ഒരു ജാമ്പക്കന്മാരാണ്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്നു, ഞങ്ങൾ കുറേ ജാമ്പക്കൊക്കെ തള്ളിയിട്ടു. അപ്പോൾ ജാമ്പയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണല്ലോ. ഇതാണ് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ ഒരു മുൻവശം കേട്ടോ. നല്ല രസമില്ലേ, ഇതൊക്കെ നല്ല പച്ചപ്പൊക്കെ ആയിട്ട്. ഞാൻ കുറച്ച് ജാമ്പയ്ക്കൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി പറഞ്ഞതാണ്. ചെറിയ ചെറിയ പണികൾ ചെയ്യിപ്പിക്കും കേട്ടോ മോനെ കൊണ്ട്. അവന് ഇഷ്ടമാണ്. നമ്മളിങ്ങനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ചെയ്യാൻ വീണ്ടും വീണ്ടും താല്പര്യം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞാൻ മോനെ കൊണ്ട് തന്നെ ചിലപ്പം ജാമ്പയ്ക്കൊക്കെ മുറിപ്പിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇതാക്കും. ഇനിയിപ്പോൾ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മോനെ പിടിച്ച് അവിടെ ഇരുത്തും, എന്നിട്ട് കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് ഇപ്പം മീൻ പൊരിക്കുന്നത്, ചായ ഉണ്ടാക്കുന്നതൊക്കെ. അപ്പം പറയാനറിയാം, പക്ഷേ മീൻസ് ഒറ്റയ്ക്ക് അങ്ങനെയൊന്നും അറിയില്ല, ഒക്കെ അറിയാം. അപ്പം ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ മോന് ഭയങ്കര സമാധാനം സന്തോഷമൊക്കെയാണ് കേട്ടോ. നമുക്കും ഒരു റിഫ്രഷ്മെൻ്റ് ആണ് ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ വന്നിരിക്കുന്ന സമയത്തൊക്കെ. നിങ്ങളെങ്ങനെയാണ് കുട്ടിയുടെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടോ, അതോ ഇങ്ങനെ ഫോണും ടി വിയും കൊടുക്കുകയാണോ പതിവ്? അതൊന്ന് നോക്കിയിട്ട് എനിക്കൊന്ന് പറയണേ. അതേപോലെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.